ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. ഞങ്ങൾക്കെന്ന് മാത്രമല്ല, എൻ്റെ ഏട്ടന് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും നാളത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിൽ നമ്മൾ സാധിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ഓട്ടോയിൽ കയറുന്നത്. ഓട്ടോയിൽ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ വണ്ടി എടുത്തിട്ടില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ ചെങ്ങന്നൂർക്ക് ചെന്നിട്ട് അവിടുന്ന് KSRTC ബസ്സിലാണ് നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് പോകുന്നത്. എൻ്റെ ഏട്ടന് കുറച്ച് ദിവസങ്ങളായിട്ട് ഉറക്കമില്ലായിരുന്നു. അതിന് പ്രധാന കാരണം ഈ ഒരു ദിവസം എത്താൻ വേണ്ടിയാണ്. എത്രയും പെട്ടെന്ന് ആ ഒരു ദിവസം എത്തിയാൽ മതി എന്നായിരുന്നു പറച്ചിൽ. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. സന്തോഷത്തോടെ ഞങ്ങളെല്ലാവരും കൂടെ കോട്ടയം മണിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏട്ടൻ ഇങ്ങനെ പറയുമായിരുന്നു, ഏട്ടൻ ഞാൻ ബസ്സിൽ യാത്ര ചെയ്തിട്ട് ഒരുപാട് നാളായി. വണ്ടി എടുത്തതിന് ശേഷം ഞാനങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തിട്ടേ ഇല്ല. ഭയങ്കര നൊസ്റ്റാൾജിയ തോന്നുന്നു. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നു. ബസ് ഇറങ്ങിയിട്ട് നമ്മൾ ഇച്ചിരി മുന്നോട്ട് നടന്നാൽ മതി. മുന്നോട്ടല്ല, ബസ് ഇറങ്ങിയിട്ട് ഇച്ചിരി പുറകോട്ട് പോകുമ്പോൾ തന്നെ കിയയുടെ ഷോറൂമിലാണ് നമ്മൾ വന്നേക്കുന്നത്. അവിടെ വന്ന് നമ്മളെ എല്ലാവരും സ്വീകരിച്ച് നമ്മളിരുത്തി. കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടി ഡെലിവറിക്ക് വേണ്ടി വന്നതാണ്. അപ്പം നമ്മൾ സമയമൊക്കെ കുറിച്ചിട്ടുണ്ടായിരുന്നു. 12നും 12:30ക്കും ഇടയ്ക്കായിട്ട് നമ്മൾ വണ്ടി അവിടെ നിന്ന് ഇറക്കണമെന്നുള്ളത്. അപ്പം നമ്മളവിടെ വന്നിരുന്ന് നമുക്കവർ കാപ്പിയൊക്കെ തന്നു. അതുപോലെ തന്നെ കുഞ്ഞിനവർ ഒരു ഡോൾ കൊടുക്കുകയും ചെയ്തു. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ആ ഒരു കളറിലൊരു പാവ അവൾക്കില്ലായിരുന്നു. അവളത് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ കുറച്ച് പേപ്പർ വർക്കിനൊക്കെ ആയിട്ട് എന്നെ വിളിച്ച് കുറച്ച് സൈനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവരൊരു കേക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഹാപ്പി മോട്ടോറെ ഇഞ്ചിയോൺ കിയ എന്നാണ് അതിൽ എഴുതിയിരുന്നത്. നമ്മൾ കേക്ക് കട്ട് ചെയ്യിച്ചത് കുഞ്ഞിനെ കൊണ്ടാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പുതിയൊരു വണ്ടി നമ്മൾ വാങ്ങുന്നത്. വീട്ടിൽ വാങ്ങിയിട്ടുള്ള വണ്ടിയെല്ലാം സെക്കൻഡ് ഹാൻഡാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഒരു പുതിയ വണ്ടി വാങ്ങുന്നത്. അപ്പോൾ അത് കുഞ്ഞിനെ കൊണ്ടായിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചത്. അപ്പോൾ മധുരത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ, അവൾക്ക് മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവിടെ വന്നപ്പോൾ തന്നെ ചെറിയൊരു ഇത് കാണിച്ച് കഴിക്കാനൊക്കെ എന്തോ പുറകോട്ട് നിൽക്കുമായിരുന്നു. എല്ലാവരെയും പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ കണ്ടിട്ടായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ വണ്ടി നമ്മൾ റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്, നമ്മുടെ കിയ വണ്ടി. അപ്പം ഈ വണ്ടി ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയിലേക്കാണ് ആദ്യം ഞങ്ങൾ നോക്കിയത്. പിന്നെ ഞങ്ങൾ പുത്തൻ വണ്ടി എന്നൊരു കാര്യത്തിലേക്ക് പെട്ടെന്നാണ് എത്തിയത്. അതിന് പ്രധാന കാരണം ഏട്ടൻ്റെ കൂട്ടുകാരനാണ്. ഈ കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന ചേട്ടനുണ്ടല്ലോ, പുള്ളിയാണ് ഈ പുതിയ വണ്ടി എടുക്കാൻ വേണ്ടിയായിട്ട് ഞങ്ങളെ സഹായിച്ചത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ആ ചേട്ടനാണ്. നമ്മൾ വീട്ടിൽ നിന്ന് നാരങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നാരങ്ങയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വണ്ടി മുന്നോട്ടൊക്കെ എടുത്തത്. വണ്ടി കണ്ടപ്പോഴേ കുഞ്ഞ് അതിനകത്ത് കയറിയിരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നൊന്നുമില്ലായിരുന്നു. അങ്ങനെ കീ എല്ലാം കിട്ടിക്കഴിഞ്ഞ് ഞങ്ങളിതാ വണ്ടി മുന്നോട്ടെടുക്കാൻ വേണ്ടി പോവാണ്. ഞാനും ഏട്ടനും കുഞ്ഞും കൂടിയാണ് വണ്ടിയിൽ ആദ്യമായിട്ട് കയറിയത്. ഏട്ടൻ പ്രാർത്ഥനയോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മുന്നോട്ടെടുത്ത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. എങ്ങനെ ഈ സന്തോഷം പറഞ്ഞറിയിക്കണം എന്നറിയത്തില്ല, അതുപോലെ സന്തോഷം. പിന്നെ വണ്ടി എടുത്ത് മുന്നോട്ടെടുത്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കുറേ നേരം നമ്മൾ ഷോറൂമിൽ വെയിറ്റ് ചെയ്തു. നമ്മൾ വണ്ടി ഇറക്കി അതേ ദിവസം തന്നെ ഓപ്പോസിറ്റ് ഷോറൂമിലും ഒക്കെ ഓരോരുത്തർ വണ്ടി ഇറക്കുന്നതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ പറയുകയും ചെയ്തു, നമ്മളെല്ലാവരും ഒരേ ദിവസമാണല്ലോ ഇറക്കുന്നതെന്ന്. അപ്പോൾ നമ്മളിത് ആ വീട്ടിലെത്തി. നേരെ കാണുന്ന വീട് ചേട്ടൻ്റെ വീടാട്ടോ, റിലേറ്റീവിൻ്റെ ഒരു വീടാണ്. ഈ വൈറ്റ് പെയിൻ്റ് അടിച്ചാണ് നമ്മുടെ വീട് കേട്ടോ. അപ്പോൾ സന്തോഷത്തോടെ നമ്മൾ വീട്ടിലെത്തി. തൊട്ടടുത്ത ദിവസത്തെ വീഡിയോയും കൂടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രധാന കാരണം നമ്മുടെ വണ്ടി പൂജിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. ആറന്മുള അമ്പലത്തിലാണ് നമ്മൾ പൂജിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഏട്ടന് ഏതെങ്കിലും വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് പൂജിച്ചിട്ടേ പിന്നെ അത് എടുക്കത്തുള്ളൂ. അത് പൂജിക്കാൻ കൊണ്ടുവരുന്നത് ആറന്മുള അമ്പലത്തിലാണ്. അപ്പം നമ്മൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ കീ പൂജിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ തിരുമേനി പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒത്തിരി ദൂരെയാണ് വണ്ടി കൊണ്ടുവന്നിട്ടത്. ഏട്ടൻ വണ്ടി എടുത്തുകൊണ്ട് വന്നു. തിരുമേനിമാരെ പൂജിച്ചു. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. എത്രമാത്രം സന്തോഷമുണ്ടെന്ന് പറയാനേ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് പറയാനോ അല്ലെങ്കിൽ ചോദിക്കാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപേണ അറിയിക്കേണ്ടതാണ്. അമ്പലത്തിൽ നിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം, എടി ഇതൊരു സ്വപ്ന ദിവസമാണ് കേട്ടോ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച ഒരു കാര്യമേ അല്ല. ഒരു സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കുമെന്ന് വിചാരിച്ചതേ അല്ല. ഞാൻ എടുത്തിട്ടുള്ള വണ്ടിയല്ല, സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. ഒരു പുത്തൻ വണ്ടി എടുക്കുമെന്ന് വിചാരിച്ചതേ അല്ല. സത്യം പറഞ്ഞാൽ ദൈവത്തിന് നന്ദിയുണ്ട്. പക്ഷേ നമ്മൾ ഈ വണ്ടി എടുത്ത ലോണും ഒക്കെ ഇട്ടിട്ടാണ് വണ്ടി എടുത്തത്. ലോണാണെങ്കിൽ പോലും നമ്മളിങ്ങനൊരു പുത്തൻ വണ്ടിയിലോട്ട് എത്തുമെന്ന് വിചാരിച്ചതേ അല്ല. ഏട്ടന് വണ്ടിയുണ്ട്, പക്ഷേ ആ വണ്ടി കംപ്ലൈൻ്റ് ആണ്. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും വഴിയിലിട്ട് പണിതുകൊണ്ടാണ് പോകുന്നത്. ഏട്ടൻ
ഏട്ടനൊരു മെക്കാനിക്കും കൂടിയാണ്. അപ്പം ഏട്ടനതിന് ഭയങ്കര ഒരു നാണക്കേട് പോലെ മെക്കാനിക്കായിട്ട് വണ്ടി വഴിയിട്ട് പണിത് പോകുന്നതുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് വണ്ടി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ കുറേ കാലമായിട്ട് അറിഞ്ഞു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.